ജപമാല വചനം ചൊല്ലി അമ്മതന്മാരോടു ചേർന്നു നിന്ന് ജപമാല വചനം ചൊല്ലി ആദിയ നിദാനാഥ നിൻ തിരുമുൻപിൽ അണയുന്നു പ്രത്യാശയോടെ നിൻ ഹൃദയമപ്പടിവാതിലിൽ മാലാഖമാരാർത്തു പാടും നിൻ സ്തുതികളാൽ സ്വർഗം നിറയും അമ്മയോടൊപ്പം ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും. ഏറ്റവും പ്രിയപ്പെട്ട ഗുഡ്നസ് TV പ്രേക്ഷകരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് കൂടുതൽ കൃപ നേടിയെടുക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം പരിശുദ്ധ അമ്മയിലൂടെ വഴിഞ്ഞൊഴുകുന്ന, സ്വർഗത്തിൻ്റെ നിരവധിയായ നന്മകൾ ചൊരിയപ്പെടുന്ന സ്വർഗീയ ദിവസങ്ങളാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവം ത്യാഗത്തോടെ നോമ്പെടുക്കുന്ന ഈ സമയം പരിശുദ്ധ അമ്മ നമ്മെ അടുത്തു നിന്ന് സ്വർഗത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം പ്രത്യേകമായ വിധം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മുടെ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിരവധിയായ രോഗപീഠകളിൽ കിടപ്പ് രോഗികളായി കഴിയുന്ന, മാരകമായ രോഗത്തിന് അടിപ്പെട്ട് കഴിയുന്ന അനേകരുണ്ട്. എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത രോഗവുമായി കഴിയുന്നവർ. പരിശുദ്ധ അമ്മയുടെ ആശ്വാസം, രോഗികളുടെ സ്വസ്ഥതയായ പരിശുദ്ധ അമ്മയുടെ സ്നേഹം അവരെ പൊതിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ചെറുതും വലുതുമായ രോഗങ്ങളെ അമ്മയ്ക്ക് സമർപ്പിക്കാം. സ്വർഗത്തിൻ്റെ ഹിതം നിറവേറട്ടെ. ഒരുപക്ഷെ ഈ സഹനങ്ങൾ അമ്മയോടൊപ്പം ഏറ്റെടുക്കുവാനും സഹിക്കുവാനുമുള്ള ശക്തിയാണ് അമ്മ നമ്മിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ യാതൊരു മടിയും കൂടാതെ അതിനുവേണ്ടിയും നമുക്കൊരുങ്ങാം. പ്രിയപ്പെട്ടവരെ, അമ്മയോടൊപ്പം അമ്മയ്ക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സ്വർഗീയ സമ്മാനം, പിറന്നാൾ സമ്മാനം നമ്മുടെ സഹനങ്ങളാണെന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഈ 8 നോമ്പ് പെരുന്നാളിൻ്റെ 3-ാം ദിന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമാകുവാൻ അമ്മ നമ്മെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ. മരിയാമ്പിയെ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ, ആത്മാവിലെ അൽത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ. ആരോരുമില്ലാത്ത നേരങ്ങളിൽ, കണ്ണീർ തൂകുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മരിയാമ്പികെ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിയാത്രകളിൽ വാടിത്തളർന്നു പോകുന്ന ജീവിതാവസ്ഥകൾ, ജീവിതത്തിൻ്റെ വഴികൾ അടഞ്ഞു പോകുന്ന നിരവധിയായ വ്യാകുലങ്ങളും ക്ലേശങ്ങളും രോഗപീഠകളും ഞങ്ങളെ അലട്ടുന്ന ജീവിത വഴികളിൽ അമ്മയുടെ സഹായം ഞങ്ങൾ തേടി പ്രാർത്ഥിക്കുന്നു. ഈ 8 നോമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും സൗഖ്യപ്പെടുത്തുവാൻ, ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് പ്രേക്ഷിതരായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അമ്മ ഇപ്പോൾ തൊട്ട് അനുഗ്രഹിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ തിരയുന്നു. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വന്ന് അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ
വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് സൗഖ്യം പകരണമേ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷ നമുക്ക് വേണ്ടി നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഡീക്കൻ മാർട്ടിനാണ്. പ്രിയപ്പെട്ട ശമാശനെ വളരെ സ്നേഹത്തോടെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാലാഖമാരാർത്തു പാടും നിൻ സ്തുതികളാൽ സ്വർഗം നിറയും. അമ്മയോടൊപ്പം ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വിഷയം പാപികളുടെ സങ്കേതമായ മറിയം, അല്ലെങ്കിൽ മേരി ദ റെഫ്യൂജ് ഓഫ് സിന്നേഴ്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആഗോള കത്തോലിക്ക സഭ വളരെ ആദരവത്തോടെ, വളരെ ബഹുമാനത്തോടെ നൽകിയ ഒരു പദവിയാണിത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം 13-ാം തീയതി ഈ പദവിയോട് ചേർന്ന് ഒരു തിരുനാൾ തന്നെ സഭ ആഘോഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവിനെ ഒരു സങ്കേത കേന്ദ്രമായി മാറുന്നത്? ഇതിൻ്റെ ഉത്ഭവം നാം കാണുവാൻ സാധിക്കുന്നത് പഴയ നിയമ പുസ്തകങ്ങളിൽ ഉടനീളം പല അവസരങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലാറ്റിൻ പദമായ റെഫ്യൂജിയം എന്ന പദത്തിൽ നിന്നാണ് റെഫ്യൂജി എന്ന പദം ഉത്ഭവിക്കപ്പെടുന്നത്. ഹീബ്രു പദമായ മാനോസ് എന്ന പദത്തിൽ നിന്നാണ് വിലാപം, അല്ലെങ്കിൽ വിമുക്തി, അല്ലെങ്കിൽ പലായനം, അല്ലെങ്കിൽ അഭയം എന്ന പദങ്ങളൊക്കെ ഉത്ഭവപ്പെടുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ രാജ്യം 12 ഗോത്രങ്ങളായിട്ടാണ് തിരിയപ്പെടുന്നത്. അവിടെ 12 ഗോത്രങ്ങളിൽ ഈ വാഗ്ദത്ത ഭൂമിയായ കാനാൻ ദേശം വിഭജിക്കപ്പെടുന്ന ഒരു സമയം ആയപ്പോഴാണ് സങ്കേതം എന്ന ഒരു ആശയവും സങ്കേതം എന്ന ഒരു സങ്കല്പം അവിടെ രൂപം കൊള്ളുന്നത്. ഈ 12 ഗോത്രങ്ങളിൽ പ്രധാനമായ ഒരു ഗോത്രമായിരുന്നു ലേവി ഗോത്രം എന്ന് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന വലിയ ഒരു തിരിച്ചറിവ്, വലിയ ഒരു ബഹുമതി അവർക്ക് ദൈവം കൊടുത്തിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. അവിടെ തന്നെ പല അവസരങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 18-ാം അധ്യായം 20-ാം തിരുവചനം ഇപ്രകാരം നമ്മോട് അരുളി ചെയ്യുന്നു: സമാഗമന കൂടാരത്തിൻ്റെ മേൽവിചാരകരായും പരിപാലകരായും ദൈവം അവരെ നിയോഗിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരവസരത്തിൽ എത്രമാത്രം ബഹുമതി ഈ ലേവി ഗോത്രക്കാർക്ക് ദൈവം കൊടുത്തു എന്നീ അവസരത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും തുടരെ പഴയ നിയമ വായനകളിൽ കാണുവാൻ സാധിക്കും. ഇപ്രകാരമുള്ള ബഹുമതി ഉള്ളതുകൊണ്ട് മാത്രമാണ്, ഇപ്രകാരമുള്ള ഒരു അവകാശങ്ങൾ അവർക്കുള്ളതുകൊണ്ട് മാത്രമാണ് മറ്റ് പ്രദേശങ്ങളൊന്നും ദൈവം അവർക്ക് കൊടുത്തിരുന്നില്ല. നിയമാവർത്തൻ്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ 11 ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്ന 48 നഗരങ്ങളാണ് ഈ ലേവി ഗോത്രക്കാർക്ക് ദൈവം കൊടുത്തിരുന്നത്. അപ്പോൾ അത്രമാത്രം ആവശ്യകതയും അത്രമാത്രം അവരുടെ ജീവിതത്തിന് വേണ്ടി, ജീവിത മാർഗത്തിന് വേണ്ടി ദൈവം അത്രമേൽ അവർക്ക് ബഹുമതിയും അംഗീകാരം കൊടുത്തിരുന്നുകൊണ്ട് മാത്രമാണ് 11 ഗോത്രങ്ങളിലായിരുന്ന 48 നഗരങ്ങളിൽ അവർക്ക് ഒരു അവകാശം ഉണ്ടായിരുന്നു എന്നൊക്കെ വചനത്തിലൂടെ കാണുവാൻ സാധിക്കും. 6 അഭയ കേന്ദ്രങ്ങളാണ് ലേവി ഗോത്രക്കാർ രൂപം കൊടുക്കുന്നത്. തുടരെ നാം വായിക്കുമ്പോൾ നിയമാവർത്തൻ്റെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലേവി ഗോത്രക്കാർക്ക് മറ്റ് ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു അവകാശം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇത്രമാത്രം ബഹുമതിയും അംഗീകാരം ലഭിച്ചിരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വലിയൊരു നിയോഗപ്രകാരം അവർ ദൈവത്തിൻ്റെ പുരോഹിതന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നാം തിരിച്ചറിയുന്നത് 6 അഭയ കേന്ദ്രങ്ങളാണ് അവർ പിന്നീട് സ്ഥാപിക്കുന്നത്. എന്തുകൊണ്ടാണ് 6 അഭയ കേന്ദ്രങ്ങൾ ലേവി ഗോത്രക്കാർ സ്ഥാപിക്കുന്നത്? അതിൻ്റെ ഉത്തരം നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിലും അതോടൊപ്പം തന്നെ സംഖ്യയുടെ പുസ്തകം 35-ാം അധ്യായത്തിൽ നാം തിരിച്ചറിയുന്നത്, നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: തൻ്റെ ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി, തൻ്റെ ജനങ്ങളെ കാത്തു പരിപാലിക്കുവാൻ വേണ്ടിയിട്ടാണ് ലേവി ഗോത്രക്കാർ 6 അഭയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. അതായത്
ദൈവം യഹോവ മോശയോട് അരുളി ചെയ്യുന്നു, തൻ്റെ ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി അഭയകേന്ദ്രങ്ങൾ നിങ്ങൾ സ്ഥാപിക്കുവിൻ. അത് സ്ഥാപിതമാകുന്നത് ലേവി ഗോത്രക്കാരായ പുരോഹിതന്മാരിലൂടെയാണ്. അപ്രകാരം നമുക്ക് 6 അഭയകേന്ദ്രങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവ ഇപ്രകാരമാണ്: കാദേശ്, ഷെക്കേം, ഹെബ്രോൺ, ഗോലൻ, റാമോത്ത്, പിന്നെ അവസാനമായി ഗാസർ എന്നീ 6 അഭയകേന്ദ്രങ്ങൾ. നാം വീണ്ടും തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം അഭയകേന്ദ്രങ്ങൾ അവിടെ രൂപം കൊള്ളുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ യഹോവ തൻ്റെ മക്കളെ അത്രമേൽ സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ്, അവരുടെ മക്കളെ കാത്തുപരിപാലിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അഭയകേന്ദ്രങ്ങൾ ലേവി ഗോത്രക്കാരിലൂടെ സ്ഥാപിക്കുന്നത്. മറ്റൊരവസരത്തിൽ നാം കാണുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ധാരാളമായ അന്യായങ്ങൾ സംഭവിക്കുന്നുണ്ട്, ധാരാളമായ പീഡനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ വീണ്ടും ജോഷുവ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരമാണ് കാണുന്നത്: അബദ്ധവശാൽ ഒരാളെ കൊല്ലുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവർ അഭയം തേടിയുന്നത്, ആ വ്യക്തികൾ അഭയം തേടിയുന്നത് ഈ പറഞ്ഞ 6 അഭയകേന്ദ്രങ്ങളിലാണ്. യഥാർത്ഥത്തിൽ ദൈവം തൻ്റെ ജനത്തെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ്, അവരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്, അവരെ കാത്തു പരിപാലിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ലേവി ഗോത്രക്കാരിലൂടെ 6 അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറയുമ്പോൾ കൂടുതൽ അന്യായങ്ങൾ തടയുന്നതിന് വേണ്ടി ലേവി ഗോത്രക്കാർ കുറ്റവാളിക്കും ഇരയുടെ കുടുംബത്തിനും ഇടയിൽ നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് ദൈവം തമ്പുരാൻ അവർക്ക് കൊടുത്തു. അതായത് കുറ്റവാളിക്കും ഇരയുടെ കുടുംബത്തിൻ്റെയും ഇടയിൽ ഒരു ഇടനിലക്കാരനായി, ഒരു മധ്യസ്ഥനായി സംസാരിക്കാനുള്ള ഒരു കഴിവ് ദൈവം അവർക്ക് കൊടുത്തു എന്നതുകൊണ്ട് മാത്രമാണ് ഈ 6 അഭയകേന്ദ്രങ്ങൾ ഇവിടെ സ്ഥാപിതമാകുന്നത്. അപ്രകാരം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് അഭയം അല്ലെങ്കിൽ സങ്കേതം എന്ന ഒരു സങ്കല്പം പഴയ നിയമ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി നാം തുടരെ പുതിയ നിയമത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാവുന്ന പോലെ പഴയ നിയമത്തിൻ്റെ മുഴുവൻ പ്രവചനം അത് പൂർത്തീകരിക്കുന്നത് പുതിയ നിയമത്തിലൂടെയാണ്. കൂടുതൽ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ വരവിലൂടെ, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വരവിലൂടെയാണ് പഴയ നിയമത്തിൻ്റെ സകല പ്രവചനങ്ങളും പൂർത്തീകരിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അഭയം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്? മനുഷ്യകുലത്തിന് വേണ്ടി ദൈവം ഇറങ്ങി വരുമ്പോൾ, മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുമ്പോൾ അവൻ്റെ ശരീരത്തിലൂടെയും അവൻ്റെ രക്തത്തിലൂടെയും ലഭിക്കുന്ന അഭയമാണ് എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്ന ഏറ്റവും വലിയ സങ്കേതപാത്രം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിലൂടെ യേശുവിൻ്റെ വരവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അഭയം ക്രിസ്തുവിൻ്റെ തിരുശരീരവും ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ്. അങ്ങനെയിരിക്കെ സ്വാഭാവികമായി ഉന്നയിക്കുന്ന ചോദ്യം എന്നത്, എപ്രകാരമാണ് പരിശുദ്ധ ദൈവമാതാവ് ഒരു സങ്കേതപാത്രമായി, ഒരു അഭയകേന്ദ്രമായി മാറുന്നത്? ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, പഴയ നിയമത്തിൻ്റെ മുഴുവൻ പ്രവചനം അത് പൂർത്തീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. ഇനിയുമാണ് പ്രധാനമായ രംഗം. ദൈവം മനുഷ്യനായി ഇറങ്ങി വരാൻ ഒരുങ്ങിയപ്പോൾ അവന് ഒരു ശരീരത്തിൻ്റെ ആവശ്യകതയുണ്ടായിരുന്നു. ദൈവം മനുഷ്യനായി ഇറങ്ങി വരുവാൻ ഒരുങ്ങിയപ്പോൾ അവന് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ആവശ്യകതയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യ ശരീരത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിലൂടെയാണ്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ നിന്നുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ഇറങ്ങി വരുന്നത്. അപ്രകാരമാണ് പരിശുദ്ധ ദൈവമാതാവ് ഒരു അഭയകേന്ദ്രമായി, ഒരു സങ്കേതപാത്രമായി നമ്മുടെ ഇടയിൽ വസിക്കുന്നതും നമ്മുടെ ഇടയിൽ വരുന്നതും. ഈ അവസരത്തിൽ നാം തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിശുദ്ധ ദൈവമാതാവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏറ്റവും വലിയൊരു അഭയകേന്ദ്രമായി മാറുന്നുണ്ട്. പുതിയ നിയമത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പല അവസരങ്ങളിൽ നമുക്കിത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജനന തിരുനാളിനോടനുബന്ധിച്ച് നാം ഇതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒരു അഭയകേന്ദ്രം എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നു എന്നീ അവസരത്തിൽ നാം വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ ഇപ്രകാരമാണ് നമ്മോട് അരുളി ചെയ്യുന്നത്. ജ്ഞാനികളൊക്കെ സന്ദർശിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്: നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ഇവിടെ നാം കാണുന്നത് എത്രമേൽ പരിശുദ്ധ ദൈവമാതാവ് ഒരു അഭയമായി ജ്ഞാനികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഈ അവസരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
മറ്റൊരു സന്ദർഭത്തിൽ നമുക്കറിയാവുന്നതുപോലെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സന്ദർഭമാണല്ലോ, അല്ലെങ്കിൽ ഒരു സംഭവമാണല്ലോ നമ്മുടെ കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ നാം കാണുന്ന കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതമായ കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരൊറ്റ സാന്നിധ്യം കൊണ്ടാണ് ആ അത്ഭുതം അവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. കാരണം വീണ്ടും ക്രിസ്തു അവിടെ പറയുന്നുണ്ട്, എൻ്റെ സമയം ഇതുവരെ ആഗമനമായിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും അവിടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ കാനായിലെ കല്യാണ വിരുന്നിൽ ആദ്യത്തെ അത്ഭുതം പൂർത്തീകരിക്കപ്പെടുന്നത്. അവിടെയും നാം തിരിച്ചറിയുന്നത് എത്രമേൽ പരിശുദ്ധ ദൈവമാതാവ് കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ച ആ മക്കൾക്ക് വേണ്ടി ഒരു അഭയമായി മാറി എന്നീ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു സന്ദർഭത്തിൽ അപ്പോസ്തല പ്രവർത്തന പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്നത് പത്രോസ് ശ്ലീഹ അഭയം തേടുന്ന ഒരു രംഗമാണ്. കാരണം കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസ് ശ്ലീഹ മോചിതനായപ്പോൾ അദ്ദേഹം വന്ന് അഭയം തേടുന്നത് പരിശുദ്ധ ദൈവമാതാവിലൂടെയാണ്. ഇതിന് തൊട്ട് മുമ്പ് അപ്പോസ്തല പ്രവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്ന പോലെ യേശു ക്രിസ്തു മരിച്ചു ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ എല്ലാവരും വളരെയധികം ഭയമുള്ളവരായി മാറി. കാരണം ഇത്ര ദിവസം തന്നോടൊപ്പം ഉണ്ടായിരുന്ന ക്രിസ്തു പെട്ടെന്ന് അവരെ വിട്ട് പോയപ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന ഭയം വളരെ വലുതായിരുന്നു. അവിടെയും പരിശുദ്ധ ദൈവമാതാവ് അവരോടൊപ്പം ആയിരുന്നുകൊണ്ട് ഒരു അഭയമായി മാറി, ഒരു സംഗീതമായി മാറി, ഒരു ശരണമായി മാറി. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പെന്തക്കോസ്ത തിരുനാളിൽ നമുക്ക് അറിയാവുന്നതുപോലെ എത്രമാത്രം ശ്രേഷ്ഠമാണ് ഈ അവസരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പലവിധമായ സന്ദർഭങ്ങളിൽ, പലവിധമായ അവസരങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവ് ഒരു അഭയ കേന്ദ്രമായി, ഒരു സംഗീത കേന്ദ്രമായി മാറുന്നുണ്ട്. ഇനി എങ്ങനെയാണ് പാപികളുടെ സംഗീതമായി പരിശുദ്ധ ദൈവമാതാവ് മാറുന്നത്? ഇവിടെയാണ് നമ്മുടെ സഭാപിതാക്കന്മാരുടെ ലേഖനങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്. സുറിയാനി സഭാപിതാവായ വിശുദ്ധ എഫ്രേം ഇപ്രകാരം നമ്മോട് പറയുന്നുണ്ട്, ഹെയിൽ റെഫ്യൂജ് ഓഫ് സിന്നേഴ്സ്, പാപികളുടെ സംഗീതമേ നീ ഉണരുക എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തുടർന്ന് നാം നോക്കുമ്പോൾ, തുടർന്ന് ചരിത്ര പുസ്തകങ്ങളിലൊക്കെ നാം വായിക്കുമ്പോൾ വിശുദ്ധ ബെർണാഡും അതോടൊപ്പം തന്നെ വിശുദ്ധ അഗസ്റ്റീൻ, അങ്ങനെ പലവിധ വിശുദ്ധർ അവരുടെ ലേഖനങ്ങളിലൂടെ അറിഞ്ഞോ അറിയാതെയോ മറിയത്തെ പാപികളുടെ സങ്കേത പാത്രമായി അവർ രൂപം കൊള്ളുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് നാം ജപമാല പ്രാർത്ഥന വളരെ തീക്ഷ്ണതമായി ചൊല്ലുമ്പോൾ അവിടെ ലുത്തുനിയയിൽ നാം പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണല്ലോ, പാപികളുടെ സംഗീതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നത്. ഈ ലുത്തുനിയയുടെ ഉത്ഭവം സംഭവിക്കുന്നത് സിക്സ്തൂസ് 5-ാമൻ മാർപ്പാപ്പയിലൂടെയാണ്. 1587 അദ്ദേഹത്തിൻ്റെ അംഗീകാരത്തോടുകൂടിയാണ് ലുത്തുനിയ പ്രാർത്ഥന നമ്മുടെ ജപമാലയിൽ വരുന്നതും പരിശുദ്ധ ദൈവമാതാവിനെ പാപികളുടെ സംഗീതമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നതും. ഇപ്രകാരമുള്ള പല അവസരങ്ങളിൽ തിരുസഭ നമ്മോട് അരുളി ചെയ്യുന്നു, പാപികളുടെ സങ്കേതമാണ്, നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ പ്രതി ദൈവമാതാവ് നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നു എന്നീ അവസരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തുടർന്ന് നാം നോക്കുമ്പോൾ 12-ാം പിയൂസ് മാർപ്പാപ്പയുടെ ഒരു വാചകം വളരെ ശ്രേഷ്ഠമാണ്. 12-ാം പിയൂസ് മാർപ്പാപ്പ ഇപ്രകാരം നമ്മോട് പറയുന്നുണ്ട്, മേരി ഇസ് ദ മീഡിയാട്രിക്സ് എന്നാണ് പരിശുദ്ധ പിതാവ് ഉപയോഗിക്കുന്ന വാക്കുകൾ. മീഡിയാട്രിക്സ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, ഒരു ഇടനിലക്കാരിയായി ദൈവമാതാവ് മാറുകയാണ്. തുടർന്ന് പിതാവ് ഇപ്രകാരം പറയുന്നുണ്ട്, പാപികളെ ദയയിലേക്ക് നയിക്കുവാൻ, പാപികളെ കരുണയിലേക്ക് നയിക്കുവാനുള്ള തിരക്കിലാണ് പരിശുദ്ധ ദൈവമാതാവ്. ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നീ അവസരത്തിൽ പരിശുദ്ധ മറിയത്തിൻ്റെ ജനന പെരുന്നാളിലൂടെ നാം ആയിരിക്കുമ്പോൾ നാം തിരിച്ചറിയുന്നത് ഒരു അഭയ കേന്ദ്രമാണ് എനിക്കും നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ദൈവമാതാവ്. മീഡിയാട്രിക്സ് അല്ലെങ്കിൽ ഇടനിലക്കാരി എന്ന് പറയുമ്പോൾ തിരുസഭ നമുക്ക് പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം, നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ് പരിശുദ്ധ ദൈവമാതാവ്. അതിൻ്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല, എനിക്കും നിങ്ങൾക്ക് വേണ്ടി രക്ഷാകര ചരിത്രം അല്ലെങ്കിൽ രക്ഷാകര പദ്ധതി പരിശുദ്ധ ദൈവമാതാവിനാണ് ആരംഭിക്കുന്നുവെങ്കിൽ അത് തുടരുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ മധ്യസ്ഥതയിലൂടെയാണ്. ഞാനും നിങ്ങളും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, മറ്റു വ്യക്തികൾക്ക് വേണ്ടി ഒരു അഭയമായി, ഒരു സംഗീതമായി മാറുവാനുള്ള ഒരു വിളിയാണ് ഈ അവസരത്തിൽ നമുക്ക് ലഭിക്കുന്നത്. നാം വീണ്ടും വചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്, തിടുക്കത്തിൽ യാത്ര ചെയ്തു. തിടുക്കത്തിൽ യാത്ര ചെയ്യുന്ന ഒരു അമ്മയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രയാസങ്ങളാണ് പരിശുദ്ധ ദൈവമാതാവ് അനുഭവിച്ചത്.
നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ജനന തിരുനാളിൻ്റെ സമയത്ത് ഗബ്രിയേൽ മാലാഖ വന്ന് മംഗളവാർത്ത അറിയിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചതിന് ശേഷം, നമുക്കറിയാം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടാതെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ജന്മം കൊടുക്കുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇവയൊന്നും പരിഗണിക്കാതെ അവയെല്ലാം മറന്നുകൊണ്ട് തിടുക്കത്തിൽ യാത്ര ചെയ്യുന്ന ഒരു അമ്മയാണ് നാം ഇവിടെ കാണുന്നത്. തൻ്റെ അമ്മാമ്മയായ എലിസബത്തിനെ സേവിക്കുവാൻ വേണ്ടി വീണ്ടും തുടർന്ന് വായിക്കുമ്പോൾ 56-ാം വചനത്തിൽ 3 മാസത്തോളം പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിൻ്റെ ഒപ്പം താമസിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. ഇവയെല്ലാം വീണ്ടും വീണ്ടും കാണിക്കുന്നത് എത്രമാത്രം പരിശുദ്ധ ദൈവമാതാവ് ഒരു അഭയ കേന്ദ്രമായി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശരണമായി മാറിയോ, അപ്രകാരം ഞാനും നിങ്ങളും മറ്റുള്ളവരുടെ വേദനകളിൽ ശരണപ്പെട്ടുകൊണ്ട് അവർക്ക് ഒരു അഭയമായി മാറുവാൻ ഉള്ള ഒരു വിളി കൂടിയാണ് ഈ അവസരത്തിൽ നമുക്ക് ലഭിക്കുന്നത്. നാം തിരിച്ചറിയേണ്ട മറ്റൊരു പ്രധാന കാര്യം, പാപരഹിതയായതുകൊണ്ട് മാത്രമാണ് പരിശുദ്ധ ദൈവമാതാവ് അല്ലെങ്കിൽ പരിശുദ്ധ ദൈവമാതാവിന് ദൈവമായ കർത്താവിൻ്റെ ജനനം സംഭവിക്കുന്നത്. അവൾ പാപരഹിത ആയതുകൊണ്ട് മാത്രമാണ്. ആയതിനാൽ സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും പാപത്തിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ, പാപത്തിൻ്റെ വഴികളിൽ നാം ആയിരിക്കുമ്പോൾ, പാപരഹിതയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ വളരെ വേഗത്തിൽ തന്നെയാണ് അതിന് മോചനം ലഭിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പാപത്തിൻ്റെ അവസ്ഥയിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. പലവിധമായ പാപത്തിൻ്റെ അവസ്ഥയിലാണ് നാം എല്ലാവരും ഇന്ന് ജീവിക്കുന്നത്. കാരണം എത്രമാത്രം നാം പാപത്തിൽ നിന്ന് അകന്നു ഓടുന്നുവോ അത്ര വേഗതയിലാണ് നാം തിരിച്ച് പാപത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് നാം എത്തിപ്പോകുന്നത്. അത് മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായ ഒരു രീതിയായി ഇന്ന് അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വലിയൊരു ചിന്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെ നാം തിരിച്ചറിയേണ്ട മറ്റൊരു പ്രധാന കാര്യം, പരിശുദ്ധ ദൈവമാതാവ് അഭയകേന്ദ്രമായി നമ്മുടെ ഇടയിൽ മാറിയെങ്കിൽ നാം തിരിച്ചറിയേണ്ടത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നീ അവസരത്തിൽ നാം ചിന്തിക്കണം. ഗബ്രിയേൽ മാലാഖ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മംഗളവാർത്ത അറിയിക്കുമ്പോൾ ഒരിക്കൽ പോലും പരിശുദ്ധ ദൈവമാതാവ് ചോദിക്കുന്നില്ല ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നത്. പരിശുദ്ധ ദൈവമാതാവ് ചോദിക്കുന്നത് ഇത് എങ്ങനെ സാധിക്കുമെന്നതാണ്. പക്ഷെ ഒരിക്കൽ പോലും ദൈവമാതാവ് ചോദിക്കുന്നില്ല എന്തുകൊണ്ട് സംഭവിക്കും, ഇത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നത് ഒരിക്കൽ പോലും ദൈവമാതാവ് ചോദിക്കുന്നില്ല. ഈ അവസരത്തിൽ ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1970-കളിൽ അമേരിക്കയിലെ വളരെ പ്രശസ്തനായ ഒരു ടെന്നീസ് കളിക്കാരനായിരുന്നു ആർത്തർ ആഷ് എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു തീക്ഷ്ണമായ ഒരു മൂർധന്യ അവസ്ഥയിൽ വളരെ രസകരമായ കളിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ ഒരു സന്ദർഭത്തിലാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് രോഗത്തിൻ്റെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നത്. ന്യൂമോണിയ എന്ന വലിയ മാരകമായ രോഗം അദ്ദേഹത്തെ ബാധിക്കുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ വിരമിക്കുവാൻ അദ്ദേഹം ബാധ്യസ്ഥനായി പോയിരുന്നു. കാരണം അത്രമാത്രം രോഗത്തിൻ്റെ ഒരു തീവ്രത അത്രമാത്രം കൂടിയതുകൊണ്ട് മാത്രമാണ് വളരെ വേഗത്തിൽ അദ്ദേഹത്തിന് വിരമിക്കുവാൻ ഇടയായത്. അദ്ദേഹത്തെ അനുഗമിക്കുന്ന ആരാധകരും അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങളൊക്കെ തുടരെ അദ്ദേഹത്തോട് ചോദിച്ചത് ഇങ്ങനെയാണ്, ഇത് എന്തുകൊണ്ട് താങ്കളുടെ ജീവിതത്തിൽ സംഭവിച്ചു? ഇത്രമാത്രം വലിയൊരു അവസ്ഥയിലായിരുന്ന താങ്കൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പത്രമാധ്യമങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടിയാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയത്. അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്, 5 കോടി കുട്ടികൾ ടെന്നീസ് കളിക്കുവാൻ ആരംഭിക്കുന്നു. അതിൽ 50 ലക്ഷം കുട്ടികൾ പ്രൊഫഷണൽ ടെന്നീസ് കളിക്കുവാൻ ആരംഭിക്കുന്നു. വീണ്ടും ഈ 50 ലക്ഷത്തിൽ 5 ലക്ഷം കുട്ടികൾ വീണ്ടും വളരെ പരിശീലനത്തോടുകൂടി ടെന്നീസ് കളിക്കുവാൻ വീണ്ടും തുടരെ പരിശീലിക്കുകയാണ്. അങ്ങനെ 5 ലക്ഷത്തിൽ അവസാനം 50,000 പേർ കളത്തിലേക്ക് ഇറങ്ങുന്നു. വീണ്ടും തുടർന്ന് ഈ 50,000 പേരിൽ വെറും 5,000 പേർ ഗ്രാൻഡ് സ്ലാം എന്ന വലിയ ടെന്നീസ് ടൂർണമെൻറ്റിൽ പ്രവേശിക്കുകയാണ്. അവസാനം വെറും 50 പേര് മാത്രമാണ് വിംബിൾഡൺ എന്ന വലിയ ടെന്നീസ് ടൂർണമെൻറ്റിൽ എന്ന വലിയ ടെന്നീസ് മത്സരത്തിൽ പ്രവേശിക്കുന്നത്. ഈ 50 പേരിൽ വെറും 4 പേര് മാത്രമാണ് സെമി ഫൈനലിൽ പ്രവേശിക്കുന്നത്. ഈ 4 പേരിൽ വെറും 2 പേര് മാത്രമാണ് ഫൈനലിൽ പ്രവേശിക്കുന്നത്. അവസാനം വെറും ഒരാൾ മാത്രമാണ് കിരീടത്തിന് അവകാശിയായി മാറുന്നത്. കിരീടം ഉയർത്തിപ്പിടിച്ചപ്പോൾ ഞാൻ ഒരിക്കൽ പോലും ദൈവത്തോട് ചോദിച്ചില്ല എന്തുകൊണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ പോലും ദൈവത്തോട് ചോദിക്കില്ല എന്തുകൊണ്ട് ഞാൻ, വൈ മീ.
ഏറ്റവും സ്നേഹമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ പലവിധമായ പ്രയാസങ്ങളൊക്കെ, പലവിധമായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളൊക്കെ നാം അനുഭവിക്കുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ പല അവസരങ്ങളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ, ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു? നാം വീണ്ടും വചനം ധ്യാനിക്കുമ്പോൾ മറിയം ഒരിക്കൽ പോലും ചോദിക്കാത്ത ഒരു ചോദ്യമായിരുന്നു എന്തുകൊണ്ടെന്നത്. അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം എല്ലാം ഹൃദയത്തിൽ തന്നെ സംഗ്രഹിക്കുകയായിരുന്നു. ഈ അടുത്ത കാലഘട്ടത്തിൽ അമേരിക്കയിലെ റോച്ചസ്റ്റർ എന്ന രൂപതയിൽ വളരെ പ്രഗത്ഭനായ തത്വചിന്തകനും ദൈവശാസ്ത്രനുമായ ബിഷപ്പ് റോബർട്ട് ബാരൻ വളരെ രസകരമായ, അതോടൊപ്പം തന്നെ വളരെ ലളിതമായി പഠിപ്പിച്ച ഒരു കാര്യം ഇങ്ങനെയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിക്കുന്നത് പലവിധമായ ക്ലേശങ്ങളും ദുരിതങ്ങളുമാണ്. അവിടെയൊക്കെ എന്തുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ബിഷപ്പ് റോബർട്ട് ബാരൻ പറഞ്ഞ മറുപടി വളരെ ലളിതമാണ്. അദ്ദേഹം പറഞ്ഞത് ഇത്രമാത്രമാണ്: ഹീ ഈസ് പ്രിപ്പയറിങ് അസ്. ദൈവം എന്നെ ഒരുക്കുകയാണ്. ദൈവം എന്നെ ഒരുക്കുകയാണ്. ഈ സഹനങ്ങളിലൂടെയും ഈ പ്രയാസങ്ങളിലൂടെയും ദൈവം എന്നെ ഒരുക്കുകയാണ്. എന്തിനു വേണ്ടി? ഇതിനേക്കാൾ വലിയൊരു അവസ്ഥയിലേക്ക്, ഇതിനേക്കാൾ വലിയൊരു നിമിഷത്തിലേക്ക് വേണ്ടി ദൈവം എന്നെയും നിങ്ങളെയും ഒരുക്കുകയാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം തിരിച്ചറിയേണ്ട കാര്യമെന്നത്, പരിശുദ്ധ ദൈവമാതാവ്, ഒരുപക്ഷെ നാം ചിന്തിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ ജനനത്തിന് ശേഷം പിന്നീട് തൻ്റെ ജീവിതകാലം ഉടനീളം പലവിധമായ പ്രയാസങ്ങളിൽ മാത്രമാണ് പരിശുദ്ധ ദൈവമാതാവ് ജീവിച്ചിരുന്നത്. കാരണം ബാല്യകാലത്തിൽ യേശുവിനെ കാണാതെ പോകുകയും തുടർന്ന് തൻ്റെ പീഡാനുഭവ കാലഘട്ടത്തിൽ ഇത്രമാത്രം പ്രയാസങ്ങളും വേദനകളും അടികളും എല്ലാം ഏൽക്കുകയും ചെയ്തപ്പോൾ ഏതമ്മയ്ക്കാണ് സഹിക്കാൻ സാധിക്കുക? ഏതമ്മയ്ക്കാണ് ഇവയെല്ലാം കണ്ടു നിൽക്കാൻ സാധിക്കുക? അവയെല്ലാം ആ ഓരോ അവസരത്തിലും ഒരിക്കൽ പോലും പരിശുദ്ധ ദൈവമാതാവ് ചോദിക്കാത്തത് ഇത് തന്നെയായിരുന്നു, എന്തുകൊണ്ട്? പക്ഷേ അവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദൈവമാതാവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മാതൃക ഇത് തന്നെയാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 2-ാം തിരുവചനം ഇപ്രകാരം നമ്മോട് പറയുന്നുണ്ട്: വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ, കാരണം വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരത ലഭിക്കും. നാം ഒരൊറ്റ കാര്യം ചിന്തിക്കുക: ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും എന്നത് നിശ്ചയമാണ്. അതുകൊണ്ട് തന്നെ ഓരോ അവസരങ്ങളിലൊക്കെ നാം ഒരിക്കൽ പോലും ചോദിക്കരുത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നതാണ്. നാം വീണ്ടും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം നോക്കുമ്പോൾ ഈ ഓരോ സന്ദർഭങ്ങളിലും ഓരോ പ്രയാസ കാലഘട്ടങ്ങളിലും എന്തുകൊണ്ടാണ് ദൈവം ഇത്രമേൽ സഹനങ്ങൾ നമ്മുടെ അമ്മയ്ക്ക് കൊടുത്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇത് മാത്രമാണ്: ദൈവം അവളെ ഒരുക്കുകയായിരുന്നു. ദൈവം നമ്മുടെ ദൈവമാതാവിനെ ഒരുക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? ഇതിനേക്കാൾ വലിയൊരു അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി, ഇതിനേക്കാൾ വലിയൊരു നിമിഷത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശുദ്ധ ദൈവമാതാവിനെ നമ്മുടെ കർത്താവ് ഒരുക്കുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് തിരുസഭ പഠിപ്പിക്കുന്നതനുസരിച്ച് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ മധ്യസ്ഥയായി മാറുന്നത് പരിശുദ്ധ ദൈവമാതാവാണ്. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ ദൈവമാതാവ്. കാരണം പാപത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്ക് വേണ്ടി പാപരഹിതയായ പരിശുദ്ധ ദൈവമാതാവ് രക്ഷാകര പദ്ധതി സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് തുടരുന്നത് തൻ്റെ മാധ്യസ്ഥതയിലൂടെയാണ്. ആയതിനാൽ സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധ ജനന തിരുനാളിനോടനുബന്ധിച്ച് പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് ധ്യാനത്തിലായിരിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ ഇടയാകട്ടെ. ആദ്യമേ തന്നെ ഒരു അഭയകേന്ദ്രമായി പരിശുദ്ധ ദൈവമാതാവ് എപ്രകാരം പാപികളുടെ സങ്കേതമായി മാറിയോ അപ്രകാരം എൻ്റെയും നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അഭയകേന്ദ്രമായി, മറ്റുള്ളവർക്കൊരു സങ്കേതപാത്രമായി മാറുവാൻ ഇടയാകട്ടെ. രണ്ടാമതായി നാം തിരിച്ചറിയേണ്ടത്, എൻ്റെ ജീവിതത്തിലൊക്കെ ഇപ്രകാരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുമ്പോൾ ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിന് പകരം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്. പരിശുദ്ധ ദൈവമാതാവിനെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ ഭവിക്കട്ടെ എന്ന് പറയുവാനുള്ള ഒരു ചങ്കൂറ്റം നമുക്ക് ഓരോരുത്തർക്കും അത് നേടിയെടുക്കുവാൻ സാധിക്കട്ടെ. അങ്ങനെ സാധിച്ചാൽ മാത്രമേ തീർച്ചയായും ഉറപ്പായും നമ്മുടെ പാപങ്ങളെ പ്രതി,
നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവമായ മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും എന്നീ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ രണ്ട് ചിന്തയോടുകൂടി ഒരു നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ വളരെ ആത്മാർത്ഥതയോടെ നമ്മുടെ അനുദിന ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട്, മറ്റുള്ളവർക്ക് അഭയമായി മാറിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹപ്രദമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. പരിശുദ്ധ ദേവമാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥം തീക്ഷണമായി നേടിക്കൊണ്ട് അവയെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വേദനകളും പ്രയാസങ്ങളും എല്ലാം ദിവ്യകാരുണ്യ ആരാധനയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ഭക്തിയോടുകൂടി ആയിരിക്കാം. മാലാഖമാരാർത്തു പാടും നിൻ സ്തുതികളാൽ സ്വർഗം നിറയും. അമ്മയോടൊപ്പം ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകനാഥനം മശിഹ. അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനം വീരനം ദൈവം, ഉന്നത ദേവൻ നീതിൻ സൂര്യൻ, രാജാതിരാജനം മശിഹ. അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനം വീരനം ദൈവം, ഉന്നത ദേവൻ നീതിൻ സൂര്യൻ, രാജാതിരാജനം മശിഹ.
കൂടാകൂടിതൻ ദൂതസൈന്യവുമാ മേഘാരൂഢനായി വരും നിതാ വിരവിൽ തൻ പ്രിയസുധരെ തന്നോടു ചേർക്കാൻ വേഗം വരും യേശുമശിഹാ കൂടാകൂടിതൻ ദൂതസൈന്യവുമാ മേഘാരൂഢനായി വരും നിതാ വിരവിൽ തൻ പ്രിയസുധരെ തന്നോടു ചേർക്കാൻ വേഗം വരും യേശുമശിഹാ ഹല്ലേലൂയ 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 ദൈവമേ ആരാധന യേശുവേ ആരാധന ആത്മനേ ആരാധന ത്രിത്വമേ ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യേശ്വയ്ക്ക് അനന്തമായി ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യേശ്വയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ 8 നോമ്പ് പെരുന്നാൾ അവിടുത്തെ ജനന തിരുനാളിൻ്റെ ഒരുക്കമായി നാം ആചരിക്കുകയാണ്. ഈ ദിവസം നാം പ്രത്യേകമായി ധ്യാനിച്ചത് പാപികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ മരണത്തിന് അടിപ്പെടുന്ന സമയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ മരണകരമായ ആത്മാവിന് അപകടമുണ്ടാക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് അഭയമായി പരിശുദ്ധ അമ്മയുണ്ട്. ഒരു രണ്ടാം മരണത്തിൻ്റെ ചുഴിയിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാൻ പാപികൾക്ക് സങ്കേതമായി അമ്മ ഉണ്ട്. നാം ഇന്ന് ധ്യാനിച്ചു, പഴയ നിയമത്തിൽ അഭയനഗരങ്ങൾ ദൈവം ഒരുക്കി. ഏതെങ്കിലും ഒരു വ്യക്തി അബദ്ധവശാൽ ഒരാളിലെ കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ, ഒരാളെ കൊലപ്പെടുത്താൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ, കയ്യബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് ഓടി രക്ഷപ്പെടാൻ ഒരു അഭയനഗരം പഴയ നിയമത്തിൽ നിർമ്മിച്ചിരുന്നു. പല സ്ഥലങ്ങൾ, ഗോലൻ കുന്നുകളും ഷെക്കെമുമൊക്കെ അത്തരം അഭയനഗരങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. മനുഷ്യൻ്റെ ജീവൻ അപകടം സംഭവിക്കുമെന്നറിയുമ്പോൾ ദൈവം അവനെ സംരക്ഷിക്കാൻ സങ്കേതങ്ങളൊരുക്കും. പഴയ നിയമത്തിൽ 6 അഭയനഗരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ അഭയത്തിൻ്റെ ഇടമാണ് അവരുടെ ബലിപീഠത്തിൻ്റെ വളർക്കോണുകൾ. ബലിപീഠത്തിൻ്റെ 4 മൂലകളിലും വളർക്കോണുകൾ ഉണ്ടായിരുന്നു. ജെറുസലേം ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ ഒരാൾ വളർക്കോണിൽ പിടുത്തം മുറുക്കിയാൽ പിന്നീട് ആർക്കും അവനെ കൊല്ലാനാവില്ല. അവൻ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പിടുത്തം മുറുക്കിയാൽ പിന്നീട് അവനെ കൊല്ലാൻ പാടില്ല. ഇത് ദൈവിക നിയമമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം പാപികളെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും. അവൻ അഭയ സങ്കേതങ്ങൾ ഒരുക്കും.
പുതിയ നിയമത്തിൽ ഈ അഭയനഗരം പരിശുദ്ധ അമ്മയാണെന്ന് നാം ഇന്ന് ധ്യാനിച്ചു. നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ, അവൻ്റെ മുറിവിൽ നാം നമ്മുടെ പാപങ്ങൾ ചുമത്തുമ്പോഴാണ് നാം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക. വിശുദ്ധ കുമ്പസാരത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ അവൻ്റെ മുറിവിലേക്ക് എൻ്റെ പാപങ്ങൾ ഞാൻ സമർപ്പിക്കുമ്പോൾ പാപപരിഹാരത്തിൻ്റെ തിരുശരീര രക്തങ്ങൾ എന്നെ വീണ്ടെടുത്ത് രക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ് ദൈവം പകരം കൊടുത്ത് എന്നെ വീണ്ടെടുത്തത്. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അവൻ ശരീരത്തിൽ ഏറ്റുവാങ്ങി. അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യെശയ്യാ 53:4-5 വചനം, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ തരും. അവൻ്റെ ശരീരമാണ് അഭയനഗരം. അങ്ങനെയെങ്കിൽ അവൻ്റെ ശരീരം നമുക്ക് ഈ ഭൂമിയിൽ സമ്മാനമായി നൽകിയത് പരിശുദ്ധ അമ്മയാണ്. ഈ അഭയനഗരം ഒരുക്കി തന്നത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണ് സഭ ലുത്തിനിയ പ്രാർത്ഥനയിൽ പാപികളുടെ സങ്കേതമേ, പാപികളുടെ അഭയകേന്ദ്രമേ എന്നവളെ വിളിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് വേണ്ടി സ്വർഗമൊരുക്കിയ രക്ഷയുടെ യേശു ശരീരത്തെ, യേശുവിൻ്റെ രക്തത്തെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഒരുക്കിയ പരിശുദ്ധ അമ്മ അവളുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ സകല പാപികളെയും പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കഠിനപാപികളെ, പാപത്തിനടിപ്പെട്ട് കഴിയുന്നവരെ, തഴക്കദോഷങ്ങളിൽ കഴിയുന്നവരെ, കാലാകാലങ്ങളിൽ പാപത്തിൻ്റെ സകലവിധമായ തിന്മകളിൽപ്പെട്ട് വെളിച്ചമേത് തിന്മയേതെന്ന് തിരിച്ചറിയാത്ത, ഇരുളേത് പ്രകാശമേത് എന്ന് തിരിച്ചറിയാത്ത വണ്ണം, പാപമേത് പുണ്യമേത് എന്ന് തിരിച്ചറിയാനാവാത്ത വണ്ണം മനസ്സ് മരവിച്ചു പോയ, ശരിയും തെറ്റും തിരിച്ചറിയാതെ തെറ്റിൽ അഭിരമിക്കുന്ന നിരവധി ആളുകളെ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുശരീരത്തിന്, തിരുരക്തത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇരട്ടികളോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പാപമെല്ലാം മാറിടട്ടെ, ശാപമെല്ലാം നീങ്ങിടട്ടെ, പാപമെല്ലാം മാറിടട്ടെ, ശാപമെല്ലാം നീങ്ങിടട്ടെ, തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയെന്നേ, തിരുരക്തത്താൽ കഴുകണമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നാം ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളും, ജീവിതത്തിൽ വന്നുപോയ പിഴവുകളും, ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന ജീവിതത്തിൻ്റെ തഴക്കദോഷങ്ങളും, ദൈവമേ എന്നെ നിരന്തരം പാപത്തിലേക്കും പാതാളത്തിലേക്കും വലിച്ചെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷമോ ആനന്ദമോ അനുഭവിക്കാനാവാത്ത വിധം, സ്വർഗീയ രഹസ്യങ്ങളെ, സ്വർഗീയ ശക്തിയെ തിരിച്ചറിയാനാവാത്ത വിധം തകർത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിത സാഹചര്യങ്ങളെ എൻ്റെ ഈശോയെ അമ്മ വഴി അങ്ങയുടെ തിരുശരീരത്തിന് ഞാൻ സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുരക്തം എൻ്റെ ഉച്ചമുതൽ ഉള്ളംകാല് വരെ ഒഴുകണം. ഇരു കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ അല്പനേരം ഈശോയുടെ തിരുരക്തത്തെ ഒന്ന് ആരാധിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്വർഗത്തെ ആരാധിക്കുകയാണ്. തൻ്റെ ഏകപുത്രൻ വഴി നമുക്ക് രക്ഷണ്യ വ്യാപാര വഴി നേടിത്തന്ന കുരിശുമരണത്തിന് അനന്ത യോഗ്യതയെ ആരാധിക്കുകയാണ്. ഇരു കരങ്ങളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ജീസസ്, യേശുവേ, അങ്ങയുടെ തിരുശരീര രക്തങ്ങളുടെ അഭിനന്ദ യോഗ്യത ഹല്ലേലൂയ,
ഞങ്ങൾക്ക് വേണ്ടി കൊത്തി നുറുക്കപ്പെട്ട ശരീരത്തിൽ മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ. ഞങ്ങൾക്ക് നൽകപ്പെടുന്ന അഭയത്തെ ഓർത്ത് നന്ദി പറയണം, നന്ദി പറയും, നന്ദി പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സകല പാപികളെയും അങ്ങേക്ക് വിട്ടുതരുന്നു ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ. മാനസാന്തരമില്ലാതെ, ദൈവവിചാരമില്ലാതെ, നിരീശ്വര ചിന്തകളിലും യുക്തിചിന്തകളിലും ഈ ലോകത്തിന്റെ സുഖങ്ങളിലും പെട്ടുകഴിയുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും കർത്താവിന്റെ പരിശുദ്ധ അമ്മയുടെ തിരുനാളിൽ, ഈ ജന്മ തിരുനാളിൽ അമ്മ വഴി സമർപ്പിക്കുന്നു. മനസാന്തരങ്ങൾ നൽകണമേ, അനുതാപം നൽകണമേ, ദൈവകൃപ വ്യാപരിക്കാനിടവരണമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അനുതാപത്തിൻ്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ഈ ഭൂമിയിലെ ഏറ്റവും ആദ്യത്തെ പ്രസംഗം മാനസാന്തരപ്പെടുവീൻ, അനുദപിക്കുവീൻ എന്നാണ്. പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് അനുതാപത്തോടെ വിട്ടുമാറി ദൈവത്തിൻ്റെ പരിശുദ്ധമായ ഈ ആരാധനയിൽ നമ്മുടെ മാനസാന്തരത്തെ, അനുതാപ കൃപകളെ, ദൈവം ഒരുക്കുന്ന ജീവിത സാഹചര്യങ്ങളെ, പാപത്തിൽ നിന്ന് പിന്തിരിയാനുള്ള ദൈവിക മാർഗങ്ങളെ, തിരുസഭയുടെ ശുശ്രൂഷകളെ, പ്രത്യേകിച്ച് വിശുദ്ധ കുമ്പസാരം നമ്മുടെ ജീവിതത്തിൽ അന്യം നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ തിരികെ പിടിക്കാൻ പരിശുദ്ധാമ്മ നമ്മെ സഹായിക്കുന്ന സമയമാണ്. വിട്ടുപോയ പാപങ്ങൾ, ഏറ്റുപറയാൻ മടിക്കുന്ന പാപങ്ങൾ, നമ്മൾ മനഃപൂർവ്വം ഒളിച്ചു വെക്കുന്ന പാപങ്ങൾ, ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള സഹവാസത്തിൽ സ്വർഗത്തിൻ്റെ ഒരു പ്രത്യേക കൃപ നൽകി ഇപ്പോൾ നമ്മളെ ആശീർവദിക്കുകയാണ്. ഒരു നല്ല മനസാന്തരത്തിന്, ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകളെ നന്നായി ഏറ്റുപറഞ്ഞ്, ഒരു പാപം പോലും ഏറ്റുപറയാത്തതായില്ലാതെ എല്ലാം ഏറ്റുപറഞ്ഞ് മനസാന്തരത്തിന് അനുയോജ്യമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഈ കൃപ നമുക്കുണ്ടാകണം. അമ്മേ, അമ്മയുടെ പ്രത്യേക അഭിഷേകം, മാനസാന്തരത്തിന്, അനുതാപത്തിൻ്റെ അഭിഷേകം എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും നൽകണമേ. അത് ഉച്ചമുതലുള്ളങ്കാല് വരെ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ വ്യാപരിച്ച്, അനുതാപത്തിൻ്റെ അരൂപി ഞങ്ങളിൽ വ്യാപരിച്ച്, ബോധമനസ്സിലും ഉപബോധ മനസ്സിലും അവബോധ മനസ്സിലും ചതവുകളും മുറിവുകളും ഉണ്ടാക്കി കാലങ്ങളായി ഞങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല തഴക്കദോഷങ്ങൾ, അടിമത്തങ്ങളെ ഞങ്ങളുടെ എടുത്തു മാറ്റുവാൻ കരുണ ചെയ്യണമേ എന്നാഗ്രഹിച്ച് ഈരടികളോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പാപ വഴികളിലൂടെ ഞങ്ങൾ യാത്ര പോകുന്നു, സ്നേഹമറിയാം ശ്രുതിയിൽ നിന്നും പാട്ടുമൂളുന്നു. ഉയിരിനുള്ളിലൊരുണർവു തരണേ യേശുനാഥ, സാന്നിധ്യം നിന്നിലേക്ക് തിരിച്ചു വരുവാ തോന്നണേ നാഥ. ഒരുപാട് പാപം ചെയ്ത് ജീവിക്കുന്നവർ ഉള്ളിലൊരുണർവു തരണേ നല്ല ഈശോയെ, യേശുനാഥ, കൃപ തരണമേ. നിന്നിലേക്ക് തിരിച്ചു വരുവാ തോന്നണേ നാഥ. കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഒന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ, അങ്ങയോടൊത്ത് വസിക്കാൻ, അങ്ങയുടെ സാന്നിധ്യത്തിൽ വസിക്കാൻ, അങ്ങയോടുള്ള ഐക്യത്തിൽ വസിക്കുവാൻ. ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എന്ന തിരിച്ചറിവോടുകൂടി ഈ ഈരടികൾ ഒരിക്കൽ കൂടി ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. തിരിച്ചു വരാൻ കൊതിക്കുന്ന ദൈവമേ, അങ്ങയുടെ ഭവനത്തിലേക്ക്, അബാപിതാവെ കാത്തിരിക്കുന്ന അപ്പൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ ഞങ്ങൾ കൊതിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ഉയിരിനുള്ളിലൊരുണർവു തരണേ യേശുനാഥ, നിന്നിലേക്ക് തിരിച്ചു വരുവാ തോന്നണേ നാഥ. ഉയിരിനുള്ളിലൊരുണർവു തരണേ യേശുനാഥ, നിന്നിലേക്ക്
എന്നിലേക്ക് തിരിച്ചു വരാൻ തിരിച്ചു വരുവാ തോന്നണേ നാഥാ. യേശുവേ, ഉയിരിനുള്ളിലൊരുണർവ് തരണേ യേശുനാഥാ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ നമുക്ക് നല്ലൊരു മാനസാന്തരത്തിൻ്റെ കൃപ തരും. ഹെബ്രായ ഭാഷയിൽ മാനസാന്തരത്തിന് വിളിക്കുന്ന പേരാണ് ഷുബ്. വാക്കിന് പ്രത്യേക ഒരു അർത്ഥമുണ്ട്. തിരിയുക, വീണ്ടും തിരിയുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നല്ല മാനസാന്തരങ്ങളൊക്കെ ഒരു 90 ഡിഗ്രി തിരിഞ്ഞാൽ പോരാ, ഒരു 180 ഡിഗ്രി 180 ഡിഗ്രി തിരിഞ്ഞാലേ അതൊരു യൂ ടേൺ ആവുകയുള്ളൂ. നമ്മൾ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞത് കൊണ്ട് അർത്ഥമില്ല. പരിശുദ്ധ അമ്മയെ നമ്മെ ക്ഷണിക്കുന്നത് ദൈവത്തെങ്കിലേക്ക് തിരിയാനാണ്. നാം പാപത്തിൽ നിന്ന് തിരിഞ്ഞത് കൊണ്ട് അർത്ഥമില്ല, ദൈവത്തെങ്കിലേക്ക് തിരിയണം. അതിനാണ് അമ്മ നമ്മെ സഹായിക്കുന്നത്. നമുക്ക് ഇരുകരങ്ങളും ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അമ്മേ, പൂർണ്ണമായൊരു മാനസാന്തരം ഞങ്ങളുടെ എല്ലാ പാപികൾക്കും നൽകണം. അമ്മ ഞങ്ങളുടെ അഭയനഗരമാണ്. അമ്മ പാപികളുടെ സങ്കേതമാണ്. അമ്മയെ ആശ്രയിക്കുന്നവരാരും ലജ്ജിച്ചു പോവില്ല. ഈശോമിശിയുടെ തിരുമുഖ ശോഭ ഞങ്ങളെ പ്രകാശിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണം. ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ ജനന തിരുനാളിൻ്റെ എല്ലാ നൽവരങ്ങളും പരിശുദ്ധ അമ്മ വഴി നേടിയെടുക്കാം. കൃപ 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 അനുതാപ കൃപ, മനസാന്തര കൃപ, പാപമോചന കൃപ എല്ലാ മക്കൾക്കും നൽകണം. ഇപ്പോൾ ഈ ആരാധനയിൽ വിവിധ സ്ഥലങ്ങളിലിരുന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം നൽകണം. സ്വർഗീയ ദർശനങ്ങൾ നൽകണമേ. നിത്യതയുടെ പ്രകാശം നൽകണമേ. ഈ ലോകത്തിന്റെ നൈമിഷികത ഗ്രഹിക്കാനുള്ള കൃപ നൽകണമേ. എല്ലാ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ ഇപ്പോൾ തിരുക്കുമാരനെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇറങ്ങിച്ചെന്ന് ആശീർവദിക്കട്ടെ. കഠിന പാപികൾ മാനസാന്തരപ്പെടട്ടെ. ആരാധന ആരാധന ഈശോ ഈശോയേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.